സംരക്ഷണത്തിൻ്റെ ഭാഗമായി KPCC നടത്തിയ 4 വിശ്വാസ സംരക്ഷണ യാത്രകൾ ശബരിമലയുടെ കവാടമായ ചെങ്ങന്നൂരിൽ ഇന്നലെ സമാപിക്കുകയുണ്ടായി. ഇന്ന് അതിനെ തുടർന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നയിച്ച ഈ വിശ്വാസ സംഗമ യാത്ര ശ്രീധർമ്മശാസ്താവിൻ്റെ ശബരിമല അയ്യപ്പൻ്റെ ജന്മഗിരമായ ഈ പന്തളത്ത് സമാപിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ യാത്രയാണ് പന്തളത്ത് വരെ എത്തിയത്. 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് സർക്കാർ സ്വീകരിച്ച ആചാര ലംഘനത്തിനെതിരായി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര ആലപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂർ വഴി പന്തളം വഴി പത്തനംതിട്ടയ്ക്ക് നയിച്ച പദയാത്ര നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ ആദ്യം ശബരിമലയുടെ പവിത്രത തകർക്കാൻ വേണ്ടി സുപ്രീം കോടതി വിധിയുടെ മറവിൽ യുവതികളെ പ്രവേശിപ്പിച്ച് നവോത്ഥാനം സൃഷ്ടിക്കാൻ ശ്രമിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായി ഒന്ന് ശക്തമായ പോരാട്ടം നടത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു. അന്ന് 4 പദയാത്രകൾ നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതൊരു പദയാത്ര കടന്നുപോയത് എൻ്റെ നേതൃത്വത്തിൽ പന്തളം വഴിയാണ്. രണ്ടാമതും അത്തരമൊരു വിശ്വാസ സംഗമ യാത്രയുമായി അതിൻ്റെ ഭാഗമായി ഒരു പദയാത്രയുടെ ഭാഗമായി ഇവിടെ എത്തുവാൻ കഴിഞ്ഞത് അയ്യപ്പൻ്റെ അനുഗ്രഹവുമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായും ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 4 യാത്രകൾ ചരിത്രത്തിന്റെ താളുകളിൽ തങ്കലിപികളായി എഴുതി ചേർക്കപ്പെടുന്ന യാത്രകളായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 4 ജാഥകൾ, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നാം നടത്തിയ ജാഥകൾ അക്ഷരാർത്ഥത്തിൽ വിശ്വാസികൾ ഏറ്റെടുക്കുന്ന ജാഥയായി മാറി. എല്ലായിടത്തും വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. കോൺഗ്രസുകാരും ഐക്യജനാധിപത്യ മുന്നണിയും മാത്രമല്ല, വിശ്വാസി സമൂഹം ഒന്നാകെ നമ്മുടെ യാത്രയെ വരവേൽക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള, അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ എല്ലാവരും പരാമർശിക്കുകയുണ്ടായി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈശ്വര വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ കഴിഞ്ഞ 9 വർഷമായി ഈ സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിലെ ആരാധനാലയങ്ങൾ വലിയ ഭീഷണിയെ നേരിടുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിലേറ്റവും വലിയ പ്രശ്നം നേരിടേണ്ടി വന്നത് ശബരിമലയ്ക്കാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ശബരിമലയെ യുദ്ധഭൂമിയാക്കി മാറ്റുവാൻ അവർ ശ്രമിച്ചു. അവിടെ നിലനിന്നിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ മറവിൽ യുവതികളെ പ്രവേശിപ്പിച്ച് നവോത്ഥാന നായകനാകാൻ പിണറായി വിജയൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ അന്ന് വിവിധ ഹൈന്ദവ സംഘടനകൾ, NSS നായർ സർവീസ് സൊസൈറ്റിയും അയ്യപ്പ സേവാ സംഘം പോലെയുള്ള സംഘടനകൾ അന്ന് രംഗത്ത് വരികയും നാമജപഘോഷയാത്ര നടത്തിയ അതിനെ ചെറുക്കുകയുണ്ടായി. അന്ന് ഏറ്റവും വലിയ സമരം നടന്നത് പന്തളത്തായിരുന്നു. NSSന്റെയും അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് 10,000 ആളുകൾ, വിശ്വാസികൾ സംഘടിച്ച് യുവതീ പ്രവേശത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ച പ്രക്ഷോഭം നടന്ന മണ്ണാണ് പന്തളത്തിന്റെ മണ്ണ്. കോൺഗ്രസ് പാർട്ടിയും വെറുതെ ഇരുന്നില്ല. കോൺഗ്രസ് പാർട്ടിയും ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വന്ന് വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തി. നമ്മൾ പത്തനംതിട്ടയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വിശ്വാസി സംഗമ സമ്മേളനം നടത്തിക്കൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിച്ചു. അവസാനം ഗവൺമെന്റിന് പിന്മാറേണ്ടി വന്നു. പിണറായി വിജയന്റെ നവോത്ഥാന സ്വപ്നങ്ങൾ തകർന്നു തരിപ്പണമായി. അന്ന് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ
സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. ശബരിമല യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമരങ്ങൾ പമ്പയിലും സന്നിധാനത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നപ്പോൾ അവർക്കെതിരായി കേസെടുത്ത നടപടി ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ എന്ത് ആത്മാർത്ഥതയാണ് ശബരിമലയുടെ കാര്യത്തിൽ പിണറായി വിജയനുള്ളത്, ഈ ഗവൺമെന്റിനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. 9 വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ശബരിമലയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ പരിശ്രമിച്ചോ? ശബരിമല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഓരോ വർഷവും തീർത്ഥാടനം നടക്കുമ്പോൾ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ശബരിമലയിൽ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള തടസ്സം വനഭൂമി വിട്ടുകിട്ടാത്തതായിരുന്നു. എന്നാൽ 2011 മുതൽ 2016 വരെ അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, അന്നത്തെ മൻമോഹൻ സിംഗ് ഗവൺമെന്റിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യ ദേവസ്വം മന്ത്രിയായ ശ്രീ ശിവകുമാർ വി എസ് ശിവകുമാറുടെ വേദിയിലുണ്ട് 300 ഏക്കർ വനഭൂമിയാണ് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അന്ന് വിട്ടു നൽകിയത്. ആ 300 ഏക്കർ ഭൂമിയെ കേന്ദ്ര സർക്കാർ നേടിയെടുക്കുവാൻ നേതൃത്വപരമായി പങ്കുവഹിച്ചത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ആയിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാർ നേടിയെടുത്ത 300 ഏക്കർ ഭൂമിയിൽ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെങ്കിലും ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ പുറത്തു പോവുകയും പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുവാൻ 9.5 വർഷം കഴിഞ്ഞിട്ടും പിണറായി വിജയന്റെ ഗവൺമെന്റ് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ള 9.5 വർഷം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തിയപ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് പിണറായി ഗവൺമെന്റിന് ബോധോദയം ഉണ്ടായത്. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? വാസ്തവത്തിൽ ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണോ? ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണോ? അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണോ? അല്ല. മറിച്ച് 6 മാസങ്ങൾ മറിച്ച് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട്, നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളുടെ പിന്തുണ നേടാൻ, അയ്യപ്പ ഭക്തന്മാരുടെ പിന്തുണ നേടാൻ വേണ്ടി മാത്രമാണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. 8.5 കോടി രൂപ ചെലവാക്കി നടത്തിയ ആഗോള സംഗമത്തിന്റെ എന്താണ് അതിന്റെ ഔട്ട്കം? ആ ആഗോള സംഗമം ഒരു നനഞ്ഞ പടക്കമായിരുന്നു. ആ ആഗോള സംഗമം കൊണ്ട് ശബരിമലയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? അയ്യപ്പ ഭക്തന്മാർക്ക് എന്തെങ്കിലും അതുകൊണ്ട് നേട്ടമുണ്ടായിട്ടുണ്ടോ? ഇല്ല. മറിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് ഹൈന്ദവ വോട്ടുകളെ തങ്ങളിലേക്ക് സമാഹരിക്കുന്നതിന് വേണ്ടി, തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ ഒരു തട്ടിപ്പ് സംഗമമായിരുന്നു പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമെന്ന് വളരെ വ്യക്തമാണ്. ആ അയ്യപ്പ സംഗമത്തിൽ 7,000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും 700 പേര് പോലും പങ്കെടുത്തില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമം ഞങ്ങൾ ഒരു നയാ പൈസയും ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെലവഴിക്കില്ല, ഞങ്ങൾ സ്പോൺസർമാരെ കൊണ്ടായിരിക്കും ഈ സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്ന ഹൈക്കോടതിക്ക് ഉറപ്പ് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നു 3 കോടി രൂപ ദേവസ്വം ബോർഡ് ഫണ്ടിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ചെലവാക്കിയത്. അപ്പോൾ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ കാണിക്കേട്ട് നേർച്ചേർപ്പിച്ച അവരുടെ ചില്ലി കാശ് അതെടുത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തി, ധൂർത്ത് മാമാങ്കം നടത്തി. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്, ശബരിമലയുടെ പ്രശസ്തി ലോകത്തെത്തിക്കുവാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞവർ അതിന്റെ ലക്ഷ്യം നേടിയോ എന്ന് വിശദീകരിക്കേണ്ടതാണ്. എന്താണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എടുത്ത തീരുമാനങ്ങളെന്ന് ജനങ്ങളുടെ മുന്നിൽ പറയണ്ടേ? എന്താണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന തീർത്ഥാടന കാലത്ത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ എന്താണെന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ
ഇവിടെ പറഞ്ഞതുപോലെ ഓരോരോ വിഭാഗങ്ങളെയും തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഈ സർക്കാരിന് ബോധോദയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അയ്യപ്പ സംഗമം തീർച്ചയായും ഒരു സമ്പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ ശബരിമലയെ കൊള്ളയടിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമുക്കറിയാം, എല്ലാ ദേവസ്വം മന്ത്രിമാരും അഴിമതിക്കാരാണെന്ന് നമ്മൾ പറയുന്നില്ല. നേരത്തെ അച്യുതാനന്ദൻ ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജി സുധാകരൻ, നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയില്ല. അദ്ദേഹം അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ജി സുധാകരൻ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ അവിടെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നില്ല. കാരണം സുധാകരൻ എന്ന് പറയുന്ന മന്ത്രി അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നയാളോ അഴിമതി നടത്തുന്ന ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനുശേഷം വന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്താണ് അഴിമതി നടന്നത്. സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയത്, അതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കും കർണാടകത്തിലേക്ക് കൊണ്ടുപോയത്. ആരാണ്? കടകംപള്ളി സുരേന്ദ്രനാണ് ഒന്നാം പ്രതി. ഇപ്പോൾ വാസവനാണ് രണ്ടാം പ്രതി. വാസവന് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ വാസ്തവത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശബരിമലയുടെയും അത് മാത്രമല്ല ആചാരങ്ങളുടെയും വിശ്വാസ ലംഘനമാണ്. അടുത്ത കാലത്ത് ആറന്മുളയിൽ വള്ളസദ്യക്ക് പോയി. അഷ്ടമണി രോഹിണി നാളിൽ ആറന്മുളയിൽ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പോയ ദേവസ്വം മന്ത്രി വാസവൻ എന്താണ് ചെയ്തത്? അവിടുത്തെ ആചാര ലംഘനം പരസ്യമായി ലംഘിക്കുകയുണ്ടായി. ആചാര അനുഷ്ഠാനങ്ങൾ പരസ്യമായി ലംഘിച്ചു. അഷ്ടമി രോഹിണിക്ക് വള്ളസദ്യ, ആ സദ്യ ഒരുങ്ങിയാൽ ഭഗവാന് നിവേദിച്ചിട്ട് മാത്രമാണ് അതവിടെ വിളമ്പുന്നത്. എന്നാൽ മന്ത്രി വാസവൻ അതിനെ കാത്തു നിൽക്കാൻ തയ്യാറായില്ല. ആറന്മുള പാർത്ഥസാരഥി അമ്പലത്തിൽ വന്ന് അഷ്ടമി രോഹിണി നാളിൽ വന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കാൻ വന്ന വാസവൻ അവിടുത്തെ ആചാരം ലംഘിച്ചുകൊണ്ട് നിവേദ്യം നടത്തുന്നതിന് മുമ്പേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സദ്യ ഉണ്ട് മടങ്ങുകയാണ് ചെയ്തത്. ഇതാണ് കേരളത്തിന്റെ ദേവസ്വം മന്ത്രി. ഓരോ ക്ഷേത്രങ്ങളെ ആചാരം എന്താണ്, ഓരോ ക്ഷേത്രങ്ങളെ അനുഷ്ഠാനം എന്താണ് എന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു ദേവസ്വം മന്ത്രിയെ ചുമക്കേണ്ട ഗതികേടാണ് നമുക്കുണ്ടായിരിക്കുന്നതെന്ന് പറയുവാൻ ഞാൻ ഈ ദിവസം വിനിയോഗിക്കുക. അപ്പോ ശബരിമലയിൽ മാത്രമല്ല ആചാര ലംഘനം നടത്തിയത്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും പോയി ആചാര ലംഘനം നടത്തി. ജി സുധാകരൻ തന്നെ പറഞ്ഞു, ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരെല്ലാം പോഴന്മാരാണ്, ഇപ്പോൾ ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരെല്ലാം അഴിമതിക്കാരാണ്, എന്റെ കാലത്ത് ഇതൊന്നും ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുൻ മന്ത്രി ദേവസ്വം മന്ത്രിയായ സുധാകരൻ പരസ്യമായി ഇന്നത്തെ ദേവസ്വം മന്ത്രിയെയും മുൻ ദേവസ്വം മന്ത്രിയെയും ദേവസ്വം ഭരണസമിതിയെയും അദ്ദേഹം തന്നെ പരസ്യമായി ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിച്ചിരിക്കുക. അതിൽ പല സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ നമ്മൾ പറയുന്ന ഒരു പക്ഷേ പ്രതിപക്ഷമായത് കൊണ്ടായിരിക്കാം എന്ന് പറയാം. പക്ഷേ നമ്മൾ കാണേണ്ടത് എന്താണ്? ജി സുധാകരനെ പോലെയുള്ള CPM-ന്റെ മുതിർന്ന നേതാവ്, മുൻ ദേവസ്വം മന്ത്രി, ഇപ്പോൾ ദേവസ്വം ബോർഡ് നടക്കുന്ന തീവട്ടിക്കൊലയെക്കുറിച്ച്, ദേവസ്വം മന്ത്രിമാരുടെ അഴിമതിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച്, ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതികളെ കുറിച്ച്, അവിടുത്തെ അവതാരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങളെ കുറിച്ച് വളരെ പരസ്യമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് പറയാനുണ്ട്? അല്ലെങ്കിൽ CPM-ന് എന്ത് പറയുവാനുണ്ട്? നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ മുൻ മന്ത്രി, ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജി സുധാകരൻ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടക്കുന്ന അഴിമതികളെ കുറിച്ച്, മന്ത്രിമാരുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ്? ദേവസ്വം ബോർഡ് നന്നായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അവിടെ ആചാരങ്ങളും അനുഷ്ഠാനം കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ദേവസ്വം സ്വത്തുക്കൾ കൃത്യമായി അത് സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും വാസവനും എന്താ ചെയ്തത്? വേലി തന്നെ വിളവ് തരുന്ന ഒരവസ്ഥയാണ് അവർ കൊണ്ടെത്തിച്ചത്. അവർ പുതിയ അവതാരങ്ങളെ അവിടെ സൃഷ്ടിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു.
അതിന്റെ പങ്കുപറ്റുന്ന മന്ത്രിമാരായി ഇവർ മാറി എന്നുള്ളതാണ്. അതുകൊണ്ട് അതീവ ഗൗരവമുള്ള ഒരു സാഹചര്യമാണ് ശബരിമലയിലുള്ളത്. കോടാനുകോടി അയ്യപ്പ ഭക്തന്മാർ ദുഃഖത്തിലാണ്, വേദനയിലാണ്, വിഷമത്തിലാണ്. അവരാകെ മുറിവുണങ്ങിയ അയ്യപ്പ ഭക്തന്മാരായി മാറിയിരിക്കും. അവരുടെ വിഷമവും ശബരിമല പാപഭംഗിലമായി, അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിന് കോട്ടം സംഭവിച്ചു എന്നുള്ളതിൽ അയ്യപ്പ ഭക്തന്മാർ വല്ലാത്ത വേദനയും ദുഃഖത്തിലുമാണ്. ഇത് നമ്മുടെ കാലത്ത് സംഭവിച്ചിട്ടുണ്ടോ? ഇത് UDF ഭരിച്ചപ്പോൾ ശ്രീ കെ കരുണാകരൻ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, ശ്രീ ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ, ശ്രീ ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോൾ ശബരിമലയിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആക്ഷേപങ്ങൾ ആർക്കെങ്കിലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അന്ന് വളരെ സുതാര്യമായാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിച്ചതും അന്നത്തെ മന്ത്രിമാർ ദേവസ്വം ബോർഡിനെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഈശ്വരവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായ CPM-ന്റെ നേതാക്കന്മാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെമ്പർമാരുമായി വരികയും അതുപോലെ അവരുടെ ആളുകൾ മന്ത്രിമാരായി വന്നപ്പോൾ ശബരിമലയിൽ എന്തും ചെയ്യാമെന്നുള്ള ഒരവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിച്ചു. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കാലത്തും വിശ്വാസികളുടെ പക്ഷത്താണ്. ഐക്യജനാധിപത്യ മുന്നണി എക്കാലത്തും വിശ്വാസികൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എവിടെ ഏത് മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങൾക്ക് കോട്ടം വരുന്നുവോ, ഏത് മതവിശ്വാസികളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലംഘിക്കപ്പെടുന്നുവോ, അവിടെ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. BJP-യുടെ അവസ്ഥ എന്താണ്? ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. യുവതീ പ്രവേശത്തിൽ BJP സമരം നടത്തി. അതുപോലെ BJP-ക്കാര് ശബരിമലയിൽ സംഘർഷമുണ്ടാക്കി, പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാക്കി. 10 വോട്ട് കിട്ടാൻ വേണ്ടി പറ്റിയ അവസരം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് BJP-ക്കാര് സമരരംഗത്ത്. അല്ലാതെ ശബരിമലയോടുള്ള ആത്മാർത്ഥത കൊണ്ടല്ല അന്ന് അവർ സമരം ചെയ്തത്. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ അന്ന് ശബരിമലയിൽ സംഘർഷമുണ്ടാക്കി, പോലീസുമായി ഏറ്റുമുട്ടലുണ്ടാക്കി. പമ്പയിൽ വന്ന അയ്യപ്പന്മാർ തിരിച്ചുപോയി. ലോകത്താകുമാനം ശബരിമലയിൽ സംഘർഷമാണ് എന്ന് പറഞ്ഞ് വരേണ്ട അയ്യപ്പ ഭക്തന്മാർ വന്നില്ല. അങ്ങനെ ശബരിമലയിൽ സംഘർഷമുണ്ടാക്കാനാണ്, അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനുമാണ് BJP ശ്രമിച്ചത്. എന്നാൽ നമ്മൾ ശബരിമലയിൽ സംഘർഷം ഉണ്ടാക്കിയില്ല. നമ്മൾ പമ്പയിൽ അവിടെ സംഘർഷമുണ്ടാക്കി അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. മറിച്ച് നമ്മൾ സമാധാനപരമായി വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അന്ന് പിണറായി വിജയൻ ഗവൺമെന്റ് പ്രതീക്ഷിച്ചത് നവോത്ഥാനം നടന്നാൽ, യുവതികളെ പ്രവേശിച്ചാൽ കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 20 സീറ്റ് നേടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അയ്യപ്പന്റെ ശാപം അവർക്ക് കിട്ടി. അയ്യപ്പ ഭക്തന്മാർ, ഹൈന്ദവ വിശ്വാസികൾ ഒന്നടങ്ക UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു. 20-ൽ 19 സീറ്റിലും നാം വിജയം നേടി എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ച് സ്വർണ്ണപ്പാളി കടത്തുമായി ബന്ധപ്പെട്ട വിഷയം കത്തിക്കാളി നിൽക്കുമ്പോൾ BJP-യുടെ നാവ് അനങ്ങുന്നു, BJP നേതാക്കന്മാരുടെ നാവ് അനങ്ങുന്നു. എവിടെയെങ്കിലും BJP-ക്കാരെ നമുക്ക് കാണാൻ കഴിയുമോ? RSS എവിടെ പോയി? വിശ്വ ഹിന്ദു പരിഷത്ത് എന്തിയെ? ഇവിടെ ഈ വേദിയിൽ ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലേക്ക് മാർച്ച് നടത്തിയ, ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ 15ഓളം കോൺഗ്രസ് പ്രവർത്തകരെ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി പോലീസ് തല്ലിച്ചതച്ചു, ലാത്തിച്ചാർജ് നടത്തി. അവർ 15 ദിവസം ജയിലിൽ കിടന്നു. കൊട്ടാരക്കരയിലും തിരുവനന്തപുരത്ത് സെൻട്രൽ ജയിലിൽ, സബ് ജയിലിലും കിടന്നിട്ട് അവർ ജയിൽ മോചിതരായി വന്നിരിക്കുകയാണ്. അവർക്ക് ഇവിടെ സ്വീകരണം നൽകുകയാണ്. ഞാൻ ചോദിക്കട്ടെ, BJP ഈ വിഷയത്തിൽ ജയിലിൽ പോയോ? ലാത്തിച്ചാർജ് അവർ കേൾക്കേണ്ടി വന്നോ? ടിയർ ഗ്യാസ് അവർ കേൾക്കേണ്ടി വന്നോ? BJP-ക്കാരെവിടെയും ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ, ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി പ്രതിക്കൂട്ടിലായി നിൽക്കുമ്പോൾ, മന്ത്രിമാരും ദേവസ്വം ബോർഡും ജനങ്ങളുടെ മുന്നിൽ പ്രതികളായി നിൽക്കുമ്പോൾ, അഴിമതിക്കാരായി നിൽക്കുമ്പോൾ, പരിപാവനമായ ശബരിമലയിലെ അയ്യപ്പന്റെ ക്ഷേത്രത്തിലെ സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയ, വീതം വെച്ച് എടുത്ത ഈ ഗുരുതരമായ അഴിമതി ആരോപണം ഉണ്ടായിട്ടും BJP ഇന്ന് സമരരംഗത്തില്ല.
അവർക്ക് വരാൻ കഴിയില്ല. അതിനെന്താണ് കാരണം? വളരെ വ്യക്തമാണ്. BJP CPM തമ്മിലുള്ള അന്തർധാര, BJPയും CPMഉം തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ ഗവൺമെന്റും മോദിയും അമിത്ഷായും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതുകൊണ്ടാണ് BJP സമരരംഗത്തില്ലാത്തത്. അതുകൊണ്ടാണ് BJP ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വോട്ട് ബാങ്കല്ല നമുക്ക് ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന് 10 വോട്ട് കിട്ടുന്നതല്ല നമ്മുടെ രാഷ്ട്രീയ സമീപനം. മതങ്ങളോട്, മതവിശ്വാസങ്ങളോട്, വിശ്വാസികളോടുള്ള, അത് ഹൈന്ദവ വിശ്വാസികളോടായിരുന്നാലും ക്രൈസ്തവ വിശ്വാസികളായിരുന്നാലും ഇസ്ലാം മത വിശ്വാസികളോടായിരുന്നാലും, അതോടൊപ്പം തന്നെ സിഖ് മത വിശ്വാസികൾ, ജൈനമത വിശ്വാസികൾ ഉൾപ്പെടെയുള്ള എല്ലാ മതവിശ്വാസികളോടും ഒരേ സമീപനമാണ് നമുക്കുള്ളത്. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുക, അവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ശബരിമലയിൽ രണ്ടാമതും അവിടെ ഈ തരത്തിലുള്ള നമ്മളെ ആകെ ഞെട്ടിപ്പിച്ച ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടി പ്രക്ഷോഭ രംഗത്ത് വന്നത്, 4 ജാഥകൾ നടത്തിയത്, ഇന്ന് പന്തളത്ത് ഉജ്ജ്വലമായ സംഗമം നടക്കുന്നത്. അവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഒരുപക്ഷെ അടുത്ത കാലത്തൊന്നും പന്തളം നഗരം അല്ലെങ്കിൽ പന്തളം ടൗൺ ഒരിക്കൽ സാക്ഷ്യം വഹിക്കാത്ത വൻപിച്ച ജനാവലിയാണ് ഈ സംഗമത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവിടെ വന്നത് കോൺഗ്രസ്സുകാരോ UDFക്കാരോ മാത്രമല്ല. ഇവിടെ വന്നത് വിശ്വാസി സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഇവിടെ വന്നവർ. അതിൽ കുറെ പേര് കാരക്കാട് നടന്ന് ഇവിടെ വന്നു. അവര് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു, അത് കേട്ടു, അവർ എണീറ്റ് കുറച്ച് പേര് പോയി. അതിന്റെ പേരിൽ കുറച്ച് കസേര അവിടെ ഇവിടെ കൊഴിഞ്ഞതിന്റെ പേരിൽ അതിന്റെ ഫോട്ടോ എടുക്കാൻ, അതിന്റെ വിഷ്വൽ എടുക്കാൻ കൈരളി ചാനലിൽ ശ്രമിച്ചത് തീർച്ചയായും അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടിയാണ്. പക്ഷേ അത് അവർക്ക് തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഡ്രോൺ വിഷ്വൽ എടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ കൈരളിക്കാരന് ഡെസ്കിലോട്ട് അയച്ചു കൊടുക്കാം. കാരക്കാട് മുതൽ ഇങ്ങ് പന്തളം വരെയും ഡ്രോൺ വിഷ്വൽ എടുത്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടത്തെ വിഷ്വലും ഉണ്ട്. അപ്പോ കാരക്കാട് 7 കിലോമീറ്റർ നടന്നു വന്ന നമ്മുടെ ഈ വിശ്വാസികളും പ്രവർത്തകരും ഇവിടെ വന്നിരുന്ന് ഉദ്ഘാടന പ്രസംഗം കേട്ട് എല്ലാം കഴിഞ്ഞ് അവരൊന്ന് എണീറ്റപ്പോൾ അതിന്റെ വിഷ്വൽ എടുക്കാൻ പറ്റും. ഞാൻ ആ ലേഖന കുറ്റം പറയില്ല, കാരണം അദ്ദേഹത്തിന് ഇത് എടുത്തോണ്ട് കൊടുക്കാൻ അവർ നിർദ്ദേശിച്ച് വിട്ടത് കൊണ്ട് അത് എടുത്തോണ്ട് കൊടുത്താൽ അദ്ദേഹത്തിന് ശമ്പളം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആ കൈരളി ലേഖൻ അതിന് ശ്രമിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പന്തളം ടൗൺ അടുത്ത കാലത്തൊന്നും കാണാത്ത വൻപിച്ച ജനസഞ്ചയമാണ് ഇവിടെ തടിച്ചുകൂടിയതെങ്കിൽ അയ്യപ്പന്റെ ജന്മസ്ഥലമായ പന്തളത്ത് നടന്ന ഈ വിശ്വാസി സംഗമം വരാൻ പോകുന്ന നാളുകളിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് വലിയൊരു വെല്ലുവിളിയായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും, വിവരം അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ സംഗമയാത്ര ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റിലായി. ഇന്ന് ഈ പന്തളത്തെ ഈ പരിപാടി സമാപിക്കുമ്പോൾ നാളെയും ചില തിമിംഗലങ്ങൾ അല്ലെങ്കിൽ വമ്പൻ സ്രാവുകൾ അറസ്റ്റിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്നത് വമ്പൻ സ്രാവുകൾ ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ചില പോറ്റിമാരെയും പ്രതികളാക്കിക്കൊണ്ട് വാസവനും കടകംപള്ളിയും അതുപോലെ തന്നെ പത്മകുമാറും അനന്തഗോപനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ തങ്ങൾ അനുവദിക്കില്ല, വിശ്വാസി സമൂഹം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സംഗമത്തിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ പറഞ്ഞു മഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കാരക്കാട് നിന്ന് നമ്മുടെ യാത്ര നമുക്ക് വെട്ടിച്ചുരുക്കി ഇവിടുന്ന് കുളനടയിൽ നിന്ന് ആക്കാമെന്നൊക്കെ ഒരു ആലോചന ഉണ്ടായി. പക്ഷേ മഴ പെയ്തില്ലെന്ന് മാത്രമല്ല, അതിപ്പോൾ ചില ട്രോളുകളൊക്കെ വന്നു. എന്താണ്, കാരക്കാട് നിന്ന് നടക്കാൻ തീരുമാനിച്ച പദയാത്ര ഇതാ കുളനട വരെ വെട്ടിച്ചുരുക്കി എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ ഏതൊക്കെ എന്താണ് ഓൺലൈനുകളിൽ ചില കേന്ദ്രങ്ങളിൽ നമുക്ക്. പക്ഷേ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് തീരുമാനിച്ചോ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങി. കാരക്കാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് തന്നെ അവിടുന്ന് തന്നെയാണ് നമ്മളുടെ ഈ പദയാത്ര പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിയ, അതുപോലെ മറ്റേ UDF നേതാക്കന്മാർ നേതൃത്വം നൽകിയ പദയാത്ര ഏതാണ്ട് 7 കിലോമീറ്റർ ദൂരം ഈ പദയാത്ര നടന്നാണ്
അയ്യപ്പന്റെ സന്നിധിയായ ജന്മസ്ഥലമായ പന്തളത്ത് എത്തിച്ചേർന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത യാത്ര അതിവിടെ സമാപിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ കമ്മിറ്റ്മെന്റ്, ഈ വിശ്വാസത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, ശബരിമലയെ സംരക്ഷിക്കുവാനുള്ള നമ്മുടെ പ്രതിബദ്ധത നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഈ പരിപാടി ഞാൻ പാലക്കാട് നിന്ന് ഒരു യാത്ര നയിച്ചാണ്, എൻ്റെ വിശദാംശങ്ങളിലൂടെ പറഞ്ഞു. പാലക്കാട് നിന്ന് പന്തീരുകുലം ക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര തിരിച്ച തൃത്താലയിൽ, അവിടുന്ന് കോട്ടമൈതാനിയും അതുപോലെ വടക്കഞ്ചേരിയും കഴിഞ്ഞ് ചേലക്കരയിലും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. അവിടുത്തെ പരമ്പരാഗതമായ വാദ്യമേളങ്ങളോടുകൂടിയാണ് ഞങ്ങളെ സ്വീകരിച്ചാനയിച്ചത്. തൃശ്ശൂരിലെത്തിയപ്പോൾ വടക്കുംനാഥൻ്റെ മുന്നിലാണ്, വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണ് ഞങ്ങളുടെ സ്വീകരണ പരിപാടി നടന്നത്. അവിടുന്ന് ആലുവയിലും അതുപോലെ തൃപ്പൂണിത്തുറയിലും, ക്ഷേത്രനഗരമായ തൃപ്പൂണിത്തുറയിലും ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. തുടർന്ന് തുറവൂരും ആലപ്പുഴയിലും അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുമ്പിലും ഹരിപ്പാട് ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ തിരുനടയിലുമാണ് ആവേശകരമായ സ്വീകരണങ്ങൾ ലഭിച്ചത്. തുടർന്ന് ചെങ്ങന്നൂരിലാണ് ഞങ്ങളുടെ 4 ജാഥകൾ സമാപിച്ചത്. ചെങ്ങന്നൂരിൽ അല്പം മഴയുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ സംഗമം സമാപിക്കുന്ന സമയത്ത് നല്ല കാലാവസ്ഥയായിരുന്നു. വലിയ 4 ജാഥകൾ സംഗമിച്ചപ്പോൾ തീർച്ചയായും ചെങ്ങന്നൂരാകെ ഇളകി മറിഞ്ഞ സമാപനമായിരുന്നു. തുടർന്ന് ഇന്ന് കാരയ്ക്കാട് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് കാരയ്ക്കാട് നിന്ന് ആരംഭിച്ച ഈ വൻപിച്ച യാത്ര, പദയാത്ര, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ അതോടൊപ്പം മറ്റ് UDF നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നിന്ന യാത്ര വൻപിച്ച വിജയമാക്കി തീർത്ത പ്രിയപ്പെട്ട UDF പ്രവർത്തകരോടും കോൺഗ്രസ് പ്രവർത്തകരോടും അതോടൊപ്പം തന്നെ എല്ലാ ഭക്തജനങ്ങളോടുമുള്ള നിസ്സീമമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. എന്നോടൊപ്പം യാത്ര ചെയ്ത എൻ്റെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ TN പ്രതാപൻ MP, അതുപോലെ തന്നെ കോർഡിനേറ്റർ KP ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു തടസ്സവുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആ യാത്ര പൂർണ്ണമാക്കാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ നേതാക്കന്മാരോടും ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോടും കോൺഗ്രസ് പ്രവർത്തകർ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയൊരു വിശ്വാസ യാത്ര നടത്തുവാൻ എന്നെ ചുമതലപ്പെടുത്തിയ, അതിനവസരം തന്ന, 2ാം പ്രാവശ്യം അവസരം തന്ന KPCC പ്രസിഡന്റിനോടും ശ്രീ സണ്ണി ജോസഫിനോടും പ്രതിപക്ഷ നേതാവിനോടും മറ്റ് നേതാക്കന്മാരോടുമുള്ള നിസ്സീമമായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.